ആഫ്റ്റർ എ ലോങ് ടൈം ഒരു നാടൻ റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിക്കാണ് കേട്ടോ. എന്താണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്? നല്ല റാഗി ഇലയുടെയാണ് കേട്ടോ. കുറേ കാലം കൂടിയിട്ട് പൂതി വെച്ചിരിക്കുകയായിരുന്നു. ഇന്നാണ് ചാൻസ് കിട്ടിയത്. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ചെറുപഴം നല്ലോണം പഴുക്കണമെന്നില്ല, എന്നാൽ നല്ല പച്ചയാവരുത് കേട്ടോ. എന്നിട്ട് ഈ ചെറുപഴങ്ങൾ ഓരോന്നായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കുക. ഈ ഉടച്ചെടുത്ത ചെറുപഴത്തിലേക്കാണ് ബാക്കി നമ്മൾ ഐറ്റംസ് ചേർക്കേണ്ടത് കേട്ടോ. ആദ്യം രാഗിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങയും ചേർത്തിട്ട് അടയുടെ ഒരു മെയിൻ പോർഷനാണല്ലോ ഈ തേങ്ങ. പിന്നെ നന്നായി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളെ ജാഗരി, അതായത് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. നന്നായി കുഴച്ചൊരു പരുവാക്കി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മളിത് എന്താണ്, ഈ അട ഉണ്ടാക്കുന്ന ഒരു ഇലയുണ്ട്. നമുക്ക് ആ ഇല കിട്ടാത്തതുകൊണ്ട് നമ്മൾ വാഴൻ്റെ ഇലയിലാണ് ഇന്ന് സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ആ ഇലയുടെ പേര് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് വാഴയിലയിൽ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഇത് കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ് കേട്ടോ. നമ്മൾ അവിടെ ഇവിടെയും കട്ടി പിടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഒരേ ലെവലിൽ പരത്തി കൊടുത്തിട്ട് നമ്മളൊന്ന് ലെവലാക്കി എടുക്കുക. ഇതിങ്ങനെ പുറത്തേക്ക് പോവാണ്ട് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഇലയിലാണ് നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ വാഴയില എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് വാഴയിൽ ഫോൾഡ് ചെയ്തിട്ട് എല്ലാം ഫോൾഡ് ചെയ്ത് സെറ്റാക്കി വെച്ച ശേഷം ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ ആവി കയറ്റിയെടുക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വേറെ സ്റ്റീമറോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ്, പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇഡ്ഡലി ചെമ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് നേരം ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റി ഡ്യൂപ്പർ സൂപ്പർ അട റെഡി ആവും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആവിയൊക്കെ കയറ്റി നമ്മൾ അട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് പെട്ടെന്ന് പോയി കൈ പൊള്ളിക്കണ്ട. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ കൈ സൂക്ഷിച്ചിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഉമ്മമാർക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഉമ്മ ഷട ഇവിടെ നിന്ന് എടുത്തിടുന്നുണ്ടായിരുന്നു. നമ്മളെ കൊണ്ടൊന്നും ഇത് കൂടുന്ന കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഉമ്മ അതെടുത്തിട്ടു. നമ്മളെ സാധനം നല്ല ചൂടോടെ ആയിരിക്കുന്നു. അപ്പോൾ കുറച്ച് ചൂടാറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ചൂടോടെ വായിക്കിട്ട് പൊള്ളിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ നാവിന് കെൽപ്പുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് ചൂടാറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കട്ടൻ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ചൂടാറിയ ശേഷം നമ്മൾ അതിൽ നിന്ന് ഒരു ഇലയുടെ എടുത്തു. ഇല മെല്ലെ തുറന്നു. നല്ല സ്മെല്ലുണ്ടായിരുന്നു തുറക്കുന്ന സമയത്ത് കേട്ടോ. പഴയും രാഗിയും ഒക്കെ കൂടി കുഴഞ്ഞ സ്മെല്ല് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ തള്ളിയതല്ല, എന്തായാലും ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഫീഡ്ബാക്കും പറയണം കേട്ടോ. ഇനി നിങ്ങൾക്ക് വല്ല റെസിപ്പി ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കമൻറ്റിൽ പറയാം. കട്ടൻ ചായയുടെ കൂടെ ഈ അടയും കൂട്ടി ഇന്നത്തെ സായാഹ്നം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. അപ്പം നമ്മളെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.